എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. കറി വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് റവയ്ക്ക് 2.5 കപ്പിലും കുറച്ച് താഴെ വെള്ളം. ഈ ഒരളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് കിട്ടും. എടുത്തിരിക്കുന്ന അളവ് റവയേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളവും കൂടെ എടുക്കുന്നുണ്ട്. കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് എടുത്തിരിക്കുന്ന റവയുടെ അതേ അളവിൽ വെള്ളം എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ റവയൊന്ന് വറുത്തെടുക്കാം. റവ വറുക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നെയ്യ് ചേർക്കാതെയും റവ വറുത്തെടുക്കാം. ഇതുപോലെ നെയ്യ് ചേർത്തൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റും സോഫ്റ്റുമായിട്ട് കിട്ടും. റവ ഇവിടെ വറുക്കുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം റവ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ കളറൊക്കെ മാറി വരും. ഇത് വറക്കുന്ന സമയത്ത് തന്നെ ഉപ്പുമാവിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇതുപോലെ ഉഴുന്ന് കടിക്കുന്നത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഉഴുന്ന് ഒഴിവാക്കാം. ഉഴുന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും സവാളയും ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് വറക്കാൻ വെച്ചിരിക്കുന്ന റവയൊന്ന് ഇളക്കി കൊടുക്കാനും ഓർക്കണം. ഈ കൂട്ടുകളൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒരു 1/4 വേവാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിപ്പം തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഒന്നും കൂടെ നല്ലത് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ്. ചേർത്തിരിക്കുന്ന വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ കുറേശ്ശെയായിട്ടിട്ട് ഇളക്കിയെടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. റവ ചേർത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ തീ നന്നായിട്ട് കുറച്ചിടണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 2 കപ്പ് റവയ്ക്ക് 2.5 കപ്പിലും കുറച്ചും കൂടെ താഴെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കൃത്യമായ അളവിൽ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഉപ്പുമാവ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.